ഹലോ, ഞാനിന്നേ ഓണസദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല മുറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നോർമലി ഞങ്ങൾ അപ്പുറത്തെ പറമ്പിലുള്ള ഇലയാണ് മുറിക്കാറ്, തവണയും തെറ്റിക്കുന്നില്ല, അതന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇല മതി കേട്ടോ, ശിവയ്ക്ക് മാത്രം മതിയല്ല, വേറെ ആരും ഇലയിൽ കഴിക്കണില്ല കേട്ടോ. അപ്പോൾ ഒരു ഇല മുറിച്ചെടുക്കണേ, ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല കിട്ടി, നമ്മുടെ ഫസ്റ്റ് ദൗത്യം തീർന്ന്. ഇതപ്പോൾ സദ്യയുടെ ഒക്കെ ഞാൻ കൊടുന്ന് ടേബിളുമ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഓണസദ്യയിലുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നോർമലി ചിക്കനും മീനും അതുപോലെ തന്നെ വെജ് ഐറ്റംസും ഉണ്ടാവും കേട്ടോ ഓണത്തിന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ വീത് വെക്കാനൊക്കെ ഉള്ള കാരണം അങ്ങനെ ഞങ്ങൾ നോൺ വെജും വെജും കൂടി മിക്സ് ആക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ അതിപ്പോഴും ഫോളോ ചെയ്ത് വരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ചിക്കനും മീനൊക്കെ ഉള്ളത്. സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവരും വെജ് സദ്യ അല്ലേ എക്സ്പെക്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്, ഫിഷ് കറി, മീൻ കറി, ഇതിൻ്റെ ഓർഡറിൽ പറയാമല്ലേ. ഇഞ്ചിമ്പുളി ഉണ്ട്, അച്ചാറുണ്ട്, കാളനുണ്ട്, അവിയലുണ്ട്, മീൻ വറുത്തതുണ്ട്, ശർക്കര ഉപ്പേരി, കായുപ്പേരി, പിന്നെ ചിക്കൻ വറുത്തത്, ചോറ്, പപ്പടം. മീൻകറി ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. മീൻകറി ഞങ്ങൾ കഴിക്കാത്ത തന്നെ എടുത്തില്ല. ശിവയ്ക്കാണ് ഇല വെച്ചത്, പക്ഷെ അവൻ മുഴുവൻ തിന്നുമെന്ന് തോന്നണില്ല കേട്ടോ. പിന്നെ 2 കൂട്ടം പായസം, പഴം പൊഴുങ്ങിയതുണ്ട് കേട്ടോ. പരിപ്പ് പായസം, പാലട പായസം, ഇത് രണ്ടും ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണസദ്യയിലെ വിഭവങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.